ഫൈനലി ഇറ്റ് ഈസ് ചെറി ബ്ലോസം ടൈം. നടത്തും പിന്നെ ബിയർ. ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ് ബെർലിൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ ഇച്ചിരി ഫാൻസി ആയിട്ട് ഒരുങ്ങിയേക്കണത്. ഇന്ന് നമ്മൾ ജർമ്മനിയിൽ ചെറി ബ്ലോസം കാണാൻ പോവാണ്. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആർക്കാ പൂക്കൾ ഇഷ്ടമല്ലാത്ത അല്ലേ? പിന്നെ നമ്മളിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു Q&A പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണത്. അതിൽ ഒത്തിരി പേര് കുറച്ച് കമന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, കുറെ കൺസേണിംഗ് ആയിട്ടുള്ള കമന്റ്സ് കാണാറുണ്ട്. അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഒരു Q&A വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കമന്റ്സ് ഇടാം. ഞാൻ അതിന് ആ Q&A വീഡിയോയിൽ റിപ്ലൈ ചെയ്യാം. ഞാൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഷോർട്സിന് ഒത്തിരി നല്ല കോമന്റ്സ് ഉണ്ട്. അതിന് കുറച്ച് നെഗറ്റീവ് കമന്റ്സും ഒരു ബാഡ് കമന്റും ഞാൻ കണ്ടു. അതായത് 500ഓളം ജോലിക്ക് ട്രൈ ചെയ്തിട്ട് ഈ ജോലി നിനക്ക് കിട്ടാൻ കാരണം അവർക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടാവുന്നത്. എന്ത് മൈൻഡാണ്? ചുമ്മാ ഇത് കമന്റ് ഇടാതെ വേറെ വല്ല പണി നോക്കണം എന്നൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എന്റെ ഡിയർ ഹസ്ബൻഡ് പറയണത് അത് ഇഗ്നോർ ചെയ്യാം, നമുക്ക് സമാധാനത്തിന് പാത മതി എന്നാണ്. സോ അത് ഞാൻ ഇഗ്നോർ ചെയ്യാണ്. നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ ആരെപ്പോലെയും ട്രിഗേർഡ് ആവുന്ന ഒരു മൈൻഡ് തന്നെയാണ് എന്റെയും. സോ റിയലി അറിയാൻ ആഗ്രഹമുള്ള ഒത്തിരി കൺസേണിങ് കോമന്റ്സ് ഉണ്ട് അതിനകത്ത്. അതിന് ഞാൻ റിപ്ലൈ ചെയ്യാം. അതിന് എന്നെ പറ്റി എന്തെങ്കിലും അറിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ റെഡിയായി. ഇനി പോയി ചെറി ബ്ലോസം പൂത്തോന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റാൻഡം ആയിട്ട് ഒരു റീല് കണ്ടപ്പോൾ ഉണ്ടായ പ്ലാനാണ് ചെറി ബ്ലോസം കാണാൻ പോവാന്നുള്ളത്. പണ്ട് ഞാൻ ഡ്രാമയൊക്കെ കണ്ടോണ്ടിരുന്നപ്പോൾ ചെറി ബ്ലോസം കാണുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടാവുമായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ റൊമാൻസ് സീൻസിലൊക്കെ. അടുത്തുള്ള ഒരു ബ്രിഡ്ജാണ്. ഇപ്പൊ നമ്മൾ ഊബാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അണ്ടർഗ്രൗണ്ട് മെട്രോ. നമ്മളെ വീട്ടിൽ നിന്നൊരു 5 minutes വാക്കബിൾ ഡിസ്റ്റൻസേ മെട്രോ സ്റ്റേഷനിലേക്ക് ഉള്ളൂ. നമുക്ക് ആദ്യം ഗാർഡൻസ് ഓഫ് ദ വേൾഡിലാണ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇവിടെ ബെർലിനിൽ തന്നെ TV അസോഹി ചെറി ബ്ലോസം അവന്യൂല് ജാപ്പനീസുകാർ പണ്ട് 1000 ചെറി ബ്ലോസം പ്ലാന്റ്സ് ഇവർക്ക് ജർമ്മൻസിന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ. ഇന്ന് ഒരു 3 ദിവസമാണ് ഗൈസ്. കാരണം നമുക്ക് ട്രെയിൻ ഇടയ്ക്ക് വെച്ച് സ്ട്രക്കായി. ബിക്കോസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെർലിനിലെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ്. ഇറ്റ് ഹാപ്പൻസ്. ഇതല്ലേ അതിനെ പറ്റി പറയണ്ടേ? ബസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബസ് എടുത്ത് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫൈനലി ചെറി ബ്ലോസം ഗാർഡനിലാണുള്ളത്. നമ്മൾ ആക്ച്വൽ പ്ലാൻ ഇവിടെ വരാനായിരുന്നില്ല. പക്ഷേ ട്രാഫിക്കിലൊക്കെ സ്റ്റക്കായിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവില്ല. അവിടെ 8 മണിയാവും എന്താണെങ്കിലും ഇരുട്ടാവാൻ. പക്ഷേ നമ്മൾ അത്ര ഡിലേ വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നല്ല റിവർ വ്യൂ ഒക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ സമ്മർ ആയി കഴിഞ്ഞാൽ ഗാർഡനിൽ വന്നിട്ട് ഫുഡ് കഴിക്കും, ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് നടത്തും, പിന്നെ ബിയറൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ എനിക്ക് ഇവിടെ പോയപ്പം ആക്ച്വലി ഇവിടെ വന്ന് വളരെ നന്നായി ഫീൽ ചെയ്തു. കാരണം ഇവിടെ നന്നായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇതിനപ്പുറമുള്ള റിവർ വ്യൂ ഇസ് ആഡിങ് എക്സ്ട്രാ ടു ദിസ് ബ്യൂട്ടി. എന്താ തോന്നണേ ലാൽട്ട? ചെറി ബ്ലോസം കണ്ടിട്ട് എന്താ തോന്നണേ? നന്നായിട്ടുണ്ടല്ലേ? നമ്മൾ മറ്റേ സ്ഥലത്ത് പോയാൽ ഇതിനെക്കാട്ടും ടെൻഷൻ ആയിട്ടുണ്ടാവുമായിരുന്നോ? അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇത് കൊള്ളാലോ. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലേ? ഇവിടെ ഒന്നാമത് റിവറിന്റെ സൈഡിലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ തിരിഞ്ഞു നോക്കി റിവർ കാണാം. നല്ല ക്ലൈമറ്റ് ആണ്. ജാക്കറ്റ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ആക്ച്വലി വിന്റർ കഴിഞ്ഞേ ഉള്ളൂ, സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതെല്ലാവരും ആക്ച്വലി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നിർത്തി. നല്ല പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാർ വൈബ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് തുള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിവിടെ ആൾക്കാർ മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഞാനും 2 സ്റ്റെപ്പ് ഇടുകയാണ്. ഈ ഗാർഡന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബെർലിൻ വാൾ ഉള്ളത്. ഇതിന്റെ എൻട്രൻസിൽ ഒരു പില്ലറിന്റെ മേലെ അവർ ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഇംഗ്ലീഷിലും ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. കാരണം ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ പോലും ഒരു സാധനത്തിന്റെ മേലെ ഇംഗ്ലീഷ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഫോറിൻ അട്രാക്ഷൻ ഉള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ എന്തൊരു ലക്കിയാണെന്ന്. എപ്പോഴും ഈ അടിപൊളി വ്യൂ കണ്ടോണ്ടിരിക്കാലോ. ഫോട്ടോഗ്രാഫാണ്
പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഈസ്റ്റ് ജർമ്മനിയും ഇപ്പോഴത്തെ സൈഡിലുള്ളത് വെസ്റ്റ് ജർമ്മനിയാണ്. രണ്ട് കൺട്രിയായിരുന്നു. ഈ വാൾ കണ്ടില്ലേ, ഈ വാളായിരുന്നു സെപ്പറേറ്റ് ചെയ്തിരുന്നത്. ആ വോളാണ് ഈ വോൾ അല്ലേ? കുറേ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ അതിന് കീപ്പ് ചെയ്തിരിക്കുന്നത്. മ്യൂസിയം ഒക്കെ പോലെ ഒരു ആർട്ട് ഗാലറി പോലെ കീപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഈ വോൾ കാണാൻ പറ്റുള്ളൂ. പണ്ട് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ചെയ്തിരുന്നു. ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി 1990 വാള് കുറച്ച് ഒക്ടോബർ 3 ഞങ്ങളിവിടെ ചെറി ബ്ലോസം കാണാൻ വന്നെങ്കിലും ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ഒക്കെ വന്നേക്കണത് ഈ വാളിന്റെ പ്രത്യേകത ഹിസ്റ്ററി ഒക്കെ അറിയാനായിട്ടാണ്. അങ്ങനെ ഞാൻ ചെറി ബ്ലോസം കണ്ട് സംതൃപ്തി അണഞ്ഞ് പിന്നെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കി ഇനി ഒരു കോഫി കുടിക്കാൻ ഓർത്ത് മക്ഡൊണാൾഡ്സിൽ വന്നേക്കാണ്. ഒരു കോഫിയും കേക്കും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൽട്ടോ പറയുന്നു നമുക്കിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയി, ഒരു സ്മോൾ സ്വീറ്റ് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗിവ് അവേ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ പോയി. നല്ലൊരു റിലാക്സിങ് ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന്.